ഒരിക്കലും കാർബോഹൈഡ്രേറ്റ്സ് എസെൻഷ്യൽ അല്ല, ഗ്ലൂക്കോസ് എസെൻഷ്യൽ ആണ്. ഞാൻ പുള്ളിക്കാരൻ്റെ കമന്റ് ബോക്സ് പോയിട്ട് കമന്റ് കാർബ്സ് എസെൻഷ്യൽ ആണെന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ പറയണേ നീ ചോദ്യം വളച്ചൊടിക്കല്ലേ, കാർബ്സ് എസെൻഷ്യൽ അല്ല ഗ്ലൂക്കോസ് എസെൻഷ്യൽ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഇതെല്ലാം എത്ര ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗ്ലൂക്കോസ് ആണ് എസെൻഷ്യൽ. ഇവർ പറയുന്നത് ഗ്ലൂക്കോസ് വേറെ കാർബോഹൈഡ്രേറ്റ് വേറെ, ഗ്ലൂക്കോസ് അല്ല കാർബോഹൈഡ്രേറ്റ് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, സമ്മതിച്ചു. ഡോക്ടേഴ്സിനും നമുക്കൊക്കെ തെറ്റുപറ്റി എന്ന് നമ്മൾ സമ്മതിക്കാം. ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു തന്നാൽ, നമ്മുടെ ശരീരത്തിന് 2 കാറ്റഗറി ന്യൂട്രീഷനാണ് വേണ്ടത്, അഥവാ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും. ഇതിൽ ടോട്ടലി നമുക്ക് 6 ടൈപ്പ് ന്യൂട്രിയൻസ് ഉള്ളത്. ഏതൊക്കെ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്. ഇത് മാക്രോ ന്യൂട്രിയൻസ് വിഭാഗത്തിൽ പെടുന്നതാണ്. ഇനി മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ, മിനറൽസ്, വാട്ടർ. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഗ്ലൂക്കോസ് എന്നത് കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പിലല്ലെങ്കിൽ പ്രോട്ടീനിലാണോ, അല്ലെങ്കിൽ ഫാറ്റിലാണോ, മിനറൽസിലാണോ, വൈറ്റമിൻസിലാണോ, വാട്ടറിലാണോ? ഗ്ലൂക്കോസ് എന്നത് ഏത് ഗ്രൂപ്പിലാണ് പെടുത്തുന്നത്? ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ പറയാനേ പാടില്ല. കാരണം കാർബോഹൈഡ്രേറ്റ് വേറെ, ഗ്ലൂക്കോസ് വേറെ. വേണ്ടിയാണെങ്കിലും നമുക്ക് വേണ്ടിയത് ഗ്ലൂക്കോസ് ആണ്, അല്ലാതെ കാർബോഹൈഡ്രേറ്റ്സ് അല്ല. ഈ ഗ്ലൂക്കോസ് എന്നത് ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ പെടുത്തിയത്? അത് ഏത് കണ്ടൻ്റാണ്? പ്രോട്ടീനാണോ, ഫാറ്റാണോ, അല്ലെങ്കിൽ വൈറ്റമിൻ, മിനറൽസ് ആണോ? ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞു